എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്, നമ്മൾ വീണ്ടും മസ്കറ്റിലേക്ക് ഒരു ചെറുക്കനെ നോക്കാൻ പോകാനായിട്ട് വിസ കിട്ടി. അപ്പോൾ വിസ കിട്ടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് കയറി ഇവിടുന്ന് പോയി. പൈസ ചിലവ് എനിക്കില്ല കേട്ടോ, ടിക്കറ്റൊക്കെ അവിടെ നിന്ന് അയച്ചു തന്നു. അങ്ങനെ ഇവിടുന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ അറബിയും ഈ കൊണ്ടുപോകണ ബഷീറും കൂടെ എയർപോർട്ടിൽ വന്നു. അവർ എന്നെ എയർപോർട്ടിൽ നിന്ന് കുറേ ദൂരം ഉണ്ട് കേട്ടോ, ഒരു എന്താ പറയുക, ഗാല എന്ന് പറയുന്നത്. അപ്പോൾ സീബിന്ന് ഗാലയിലേക്ക് ഒരുപാട് ദൂരമില്ല, അവിടെ ഗാല എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അവിടെ വന്നു കഴിഞ്ഞ് അവിടെ കയറിയപ്പോൾ അപ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞിട്ട് പാസ്പോർട്ടിൽ മുസ്ലിം തട്ടൊക്കെ ഇട്ടിട്ടാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ മുസ്ലിം വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ അഷറഫൊക്കെ എന്ത് പറഞ്ഞു, മുസ്ലിമാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ നിസ്കാരം പഠിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാനതുപോലെ തന്നെ നിസ്കാരമൊക്കെ പഠിച്ചു, ഒരാഴ്ച കൊണ്ട് നിസ്കാരമൊക്കെ പഠിച്ചു. അവർക്ക് വിദ്യാഭ്യാസമില്ല, അതുകൊണ്ട് അറിയില്ല വായിച്ച് നോക്കാനൊന്നും, ഇംഗ്ലീഷിൽ ഹിന്ദു ആണോ മുസ്ലിമാണോ എന്നൊന്നും. അപ്പോൾ അവിടെ കൊണ്ട് ചെന്ന് പാസ്പോർട്ടൊക്കെ മേടിച്ച് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ അവിടെ കൊണ്ട് ചെന്ന വഴിക്ക് എനിക്ക് കുളിക്കണം എന്ന് പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ വെള്ളമില്ല, ഒരു ടാങ്കിൽ വെള്ളം അടിക്കുകയാണ് കേട്ടോ. ആളെന്നെ വെള്ളം കൊണ്ടുവന്ന് അടിക്കുക. അപ്പോൾ വെള്ളം കഴിഞ്ഞു. അപ്പോൾ ഒരു 4 മണിയായപ്പോൾ അറബി ഹമ്മദ് എന്ന പേര്, ഹമ്മദ് പോയി വെള്ളം കൊണ്ടുവന്ന് വെള്ളം അടിച്ചു. നിസ്കരിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ കയറി നിസ്കരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവർ ശ്രദ്ധിക്കുകയാണ് ഞാൻ എങ്ങനെ നിസ്കരിക്കണേന്ന്. അപ്പോൾ അവരുടെ ബെഡ്റൂമാണ്, എനിക്കതൊന്നും അറിയില്ലല്ലോ. ഞാൻ അവിടെ നിസ്കരിക്കണ വായി എടുത്തിട്ടിട്ട് ശരിക്കും പടിഞ്ഞാട്ട് നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ അവർ ഭാര്യയും ഭർത്താവൊക്കെ പറയാം, നല്ല മുസ്ലിം ആയിട്ട് അവൾക്ക് നല്ല അറിവുണ്ട് എന്നൊക്കെ പറഞ്ഞു. മുസ്ലിം അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ചോദിക്കണം, എത്ര റാക്കം നിസ്കരിക്കും ചോദിച്ചു. ഞാൻ പറഞ്ഞു 5, സുബയ്ക്കും പിന്നെ ഉച്ചയ്ക്ക് മുമ്പും ഉച്ചയ്ക്കും 4 മണിക്കും രാത്രിയും. ഒക്കെ സന്തോഷമായി. അങ്ങനെ ഞാൻ നിസ്കരിക്കും. അപ്പോൾ ഈ ചെറുക്കനെ നോക്കണം. ഈ ചെറുക്കനാണെന്നുണ്ടെങ്കിൽ 15 വയസ്സായിട്ടാണ്. മുട്ടുകുത്തി നടക്കുള്ളൂ, അല്ലാതെ വിശക്കുമ്പോൾ ചോദിക്കുക മിണ്ടൊന്നുമില്ല. ഇത് വിശക്കുമ്പോൾ അങ്ങോട്ട് ഓളിയിട്ട് നിലവിളിക്കുക. അപ്പോൾ അവരാണെങ്കിൽ പാവങ്ങളാണ്. ഗവൺമെൻറ്റാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത് കേട്ടോ, ശമ്പളം തരാനായിട്ട്. പാവങ്ങളെന്ന് പറഞ്ഞാൽ കച്ചറ ഇടുന്നിടത്ത് പോയിട്ട് കച്ചറ വാരി കൊണ്ടുവരാണ്. ഗോതമ്പ് പൊടിയും അരിയും ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും കച്ചറയെന്ന് കൊണ്ടുവരുന്നത്. അതെനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, അവിടെ ചെന്ന് ഈ ചെറുക്കന് നമ്മുടെ പമ്പർസൊന്നും ഇടിയിക്കില്ല, ഒരു കീറിയ ട്രൗസർ ഇടിയിക്കും. ഇത് മുട്ടുമ്പോൾ നടക്കും, വളന്ന് വയറ്റിൽ നിന്ന് പോവും. ഞാൻ അതിനെ വലിച്ചു കൊണ്ടുവന്ന് കഴുകിക്കും, ട്രൗസറൊക്കെ ചവിട്ടി കഴുകി. അയ്യോ, തീട്ടത്തിൻ്റെ കള്ളിയാണ്. 3-5 വട്ടം വയറ്റിൽ നിന്ന് പോകും. അങ്ങനെ ആ ചെറുക്കനെ നോക്കുക. എന്നാലും എനിക്കൊരു വെറുപ്പില്ല കേട്ടോ. ആ ചെറുക്കനെ നോക്കുക. ചെറുക്കൻ വിശക്കുമ്പോൾ വേഗം ആ അരി മാത്രമേ വെക്കുന്നുണ്ടാവും, പിന്നെ ആട്ടുംപാലോ ഒക്കെ ഒഴിച്ചിട്ടാണ് അവർ കഴിക്കുക. അപ്പോൾ ചോറ് വേഗം വെച്ച 12 മണിയാകുമ്പോൾ ഞാൻ ആ ചെറുക്കന് ചോറ് കൊടുക്കും. ചെറുക്കൻ ചോറ് കൊടുത്ത് വയറ് നിറച്ച് അതവിടെ ഇരുന്ന് അതവിടെ ഇങ്ങനെ മുട്ടുകുത്തി നടക്കും. അങ്ങനെ പിന്നെ ഇവർക്ക് ഭക്ഷണം അങ്ങനെ ഒരു പാത്രത്തിൽ വിളമ്പിച്ച് കൊടുക്കണ്ട, അവരെടുത്ത് കഴിച്ചോളൂ, പാലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കും. ഞാനാണെങ്കിൽ എനിക്ക് അച്ചാർ മേടിച്ച് വെച്ചിട്ട് അത് തൊട്ട് കുട്ടി കഞ്ഞി കുടിക്കും. എനിക്ക് എവിടെ ചെന്നാലും ഭക്ഷണമില്ലല്ലോ. അപ്പം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കട്ടെ. അപ്പം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ അറബിച്ചി എണീച്ച് ഷൂ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പട്ടാളക്കാർ പോകണ മാതിരി പോവുക. ഒരു കുട്ടിയുണ്ട് കൂടെ. അപ്പോൾ പുലർച്ചെ 5 മണിക്ക് പോകണത്. കിടാവിനെ വിളിച്ചേൽപ്പിച്ചിട്ട് പോവുക. ഒരു 5-8 വയസ്സുള്ള ആൺകുട്ടീനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ നോക്കുമ്പോഴേ ഒരു 11 മണിയാകുമ്പോൾ വരുന്നു. തലയിലൊരു വട്ടയുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറേ ആപ്പിളുണ്ട്, മുന്തിരി ഉണ്ട്, പച്ചക്കറി വർഗ്ഗങ്ങളുണ്ട്, കുറേ മേലൊക്കെ ചേറും ചളിയായിട്ടൊക്കെ ഇങ്ങോട്ട് വരിക. അപ്പോൾ കുറേ ഈ കുബൂസുകൾ കളയുക അവിടെ. അപ്പോൾ ഈ കുബൂസുകൾ മുഴുവൻ പറക്കി അവർ ചാക്കിലാക്കി വയ്ക്കും. എന്നിട്ട് അങ്ങനെ വരിക. അപ്പോൾ ഞാൻ എവിടേക്ക് പോയതാണെന്നൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് കൊണ്ടുവന്നിട്ട് പുറത്ത് പൈപ്പുണ്ട്, പൈപ്പിൻ്റെ കടയ്ക്ക് കൊണ്ടുവച്ചാൽ പൈപ്പിൻ്റെ കടയ്ക്ക് കൊണ്ടുവച്ചിട്ട് ആപ്പിളും മുന്തിരിയും ഓറഞ്ചും എല്ലാ സാധനവും കഴുകി മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ കൊണ്ടാക്കിയാട്ടാ. ഞാൻ കഴിക്കണില്ല. ഫ്രിഡ്ജിൽ കൊണ്ടാക്കിയ അതൊക്കെയാണ് ഇവരുടെ തീറ്റട്ട. ഇല്ല, അയാൾ എന്താണ് ഈ പൊറോട്ട അടിക്കാൻ പോണു, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമുള്ളൂ. അവളാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ആട്ടങ്ങളുണ്ട്. ആ ആട്ടങ്ങളെ കൊണ്ട് ആ മരുഭൂമിയിൽ കൊണ്ട് അഴിച്ചു വിടും, പിന്നെ അതിനാട്ടി കൊണ്ടുവരും. അത്രയ്ക്കുള്ളൂ. ഒരു 5 മക്കളുണ്ട്, വരുമാനമില്ല കേട്ടോ. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവന്ന് വെക്കും. പിന്നെ എന്താ പറയുക, വലിയൊരു റൂം പുറത്തുണ്ടാക്കി. എന്തിനാണെന്ന് വെച്ചെങ്കിൽ ഇവർ കൊണ്ടുവന്ന് കച്ചറ ഇടാനായിട്ട്.
പുൽപ്പായകൾ, കിടക്കകൾ, പാത്രങ്ങൾ, ഈ കമ്പനിയിലൊക്കെ ഡാമേജ് വന്ന ചെറിയ ചെറിയ പാത്രങ്ങളുണ്ടാവും. ഡാമേജ് വന്ന നല്ല നല്ല പാത്രങ്ങളുണ്ടാവും. അതൊക്കെ അഞ്ച് കച്ചറ കൊണ്ടുവന്നിടുന്നവർ വേറെ ഇടുള്ളൂ. കുറേ ഗർഭിച്ചുണ്ടാവും ഇത് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇവർ വേറെ ഇടും. മലയാളികളൊക്കെയാണ് കേട്ടോ, അവർ വേറെ മാറ്റിയിടും. അപ്പോൾ ഇടുമ്പോൾ അങ്ങോട്ട് വണ്ടി കൊണ്ടുപോവുക, വാരി കൊണ്ടുവരിക, അവിടെ കൂട്ടിയിടുക. അപ്പോൾ എന്നോട് പറയും, ലൈല ഇതൊക്കെ ഒന്ന് കഴുകി വെക്കിയിട്ടാണ്. ഞാൻ അപ്പോൾ കുറച്ച് നാളായി അവിടെ ചെന്നില്ല. അതെനിക്ക് പറ്റില്ല കേട്ടോ, അത് നീ കഴിക്കാം, ഞാൻ മോനെ നോക്കാൻ വന്നേന്ന് പറയും. അപ്പോൾ അവർ തന്നെ കഴുകി വയ്ക്കും. എന്നിട്ട് അവരിത് പാത്രങ്ങളൊക്കെ അടിപൊളി പാത്രങ്ങൾ മില്ലിന്നും ഈ കമ്പനിയിൽ നിന്ന് കൊണ്ടുവരണതേ. ഞാനെന്ത് ചെയ്ത ഇവരില്ലാത്ത നേരത്തെ ഇതിൽ നല്ല പാത്രവും നല്ല പുൽപ്പായും പിന്നെ ഈ എന്താ പറയുക പ്ലാസ്റ്റിക് ചെടികളൊക്കെ ഉണ്ട്, നല്ല നല്ല പൂക്കൾ. ഇതൊക്കെ പറക്കിക്കൊണ്ട് അടുത്തൊരു കടയുണ്ട്, ഒരു കോഴിക്കോട്ടുകാരൻ ഒരു കടയിൽ അവിടെ കൊണ്ടുപോയിക്കാ ഇതൊക്കെ ഇവിടെ വെക്കിയിട്ടാ എന്ന് പറയും. അപ്പം അങ്ങനെ കൊണ്ടുപോയിക്കിട്ടാ. അപ്പോൾ ഇവിടെ പിന്നെ അങ്ങനെ അന്വേഷണമൊന്നുമില്ല. ഒക്കെ ആ ഭാഗത്തുള്ളതൊക്കെ ഈ അറിവില്ലാത്ത അറബികളാണ്, ഒരു വിവരമില്ല ഒറ്റണത്തിന്. അങ്ങനെ കൊണ്ടുവയ്ക്കും. അങ്ങനെ ഈ ചെറുക്കനെ അപ്പോൾ ചെറുക്കനാണെങ്കിൽ വിശക്കുമ്പോൾ ഓളിയിട്ട് നിലവിളിക്കും. അപ്പം ഞാൻ ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞ് ഇവന് വെള്ളം തയ്ക്കുമ്പോൾ ഇവൻ ഇതുപോലെ നിലവിളിക്കും. അപ്പം എനിക്കറിയാം വെള്ളത്തിനാണ്. അപ്പം ഞാൻ വലിയൊരു പാത്രത്തിൽ വെള്ളമാക്കി കൊണ്ടുവന്ന് വായലിക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതങ്ങനെ കുടിക്കും, കുറേ കുടിക്കും. അതാ കഴിഞ്ഞാൽ പിന്നെ ഞാൻ അകത്ത് മുറിയിലകത്തിട്ട് വാതിലടയ്ക്കും. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നെ മുറ്റത്തൊക്കെ കഴിഞ്ഞ് നടക്കും. അപ്പം ഞാൻ വടിയെടുത്തിട്ട് അടിക്കും, ഇങ്ങോട്ട് വായോ എന്ന് പറയും, ഇങ്ങനെ മുട്ടുത്തി വായോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിപ്പിച്ചു. പിന്നെ ബാത്റൂമിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റാണ്ടായി പിടിച്ചിട്ട്. അപ്പം ഞാൻ ഇവനെങ്ങനെ വടിയെടുത്തിട്ട് നടക്ക് വായോ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. ബാത്റൂമിൽ കയറ്റി പഠിപ്പിച്ചു. ഒരു 3-5 വട്ടം വെയിറ്റ് ചെയ്യുന്നു പോവാം. ചിലപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കണം നേരത്താവും ഇവൻ വളവളവളേന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നു പോവുക. ആ നേരത്തെ അതൊക്കെ അവിടെ ഇട്ട് ഇവനെ വലിച്ചുകൊണ്ടുപോയി കുളിപ്പിക്കണം, ഇവൻ്റെ ഇത് കഴുകണം. അയ്യോ, അവരുടെ വീട്ടിലേക്ക് ഒരാൾ വരില്ല. ഗേറ്റ് തുറന്നാൽ ഈ തീട്ടത്തിൻ്റെ മണം, അത് കാരണം അങ്ങനെ ആരും വരില്ല. അപ്പോൾ അവിടെ അടുത്തുള്ള അറിയിച്ച് പറയോ, ലൈലാണ് സമ്മതിക്കണം, മണമൊന്നുമില്ല, എന്താ ചെയ്യുക എന്ന് പറയുക. അടുത്തൊരു മലയാളി പെണ്ണ് കൂട്ടുകാരിയുണ്ട്. അപ്പം അവളും പറയും, നിന്നെ സമ്മതിക്കണം. പറഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ആ കുട്ടീനെ നമുക്ക് തല്ലാനൊന്നും പറ്റില്ല, സഹിച്ച് നിൽക്കന്നെ എന്ന് പറയട്ടോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവൻ അറബിയുടെ അനുജൻ 10ൽ പഠിക്കുന്നത് വലിയ ചക്കന, 10-20 വയസ്സുണ്ട്. അതിവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇവരുടെ ഡ്രസ്സൊക്കെ കഴുകണം. ഡ്രസ്സൊക്കെ കൂറകളാണ്, ഒക്കെ കഴുകണം, ഇവൻ്റെയും കഴുകണം. അങ്ങനെ ഒരു ദിവസം ഞാൻ കഴുകിയില്ല. അപ്പോൾ അവൻ എന്നെ ദേഷ്യപ്പെട്ടു. ലൈല എന്താ എൻ്റെ ഡ്രസ്സ് കഴുകാൻ ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിൻ്റെ ഡ്രസ്സ് കഴുകാനല്ല വന്ന് നിൽക്കണം, ഞാൻ ഈ കുട്ടീനെ നോക്കാനാണെന്ന് പറഞ്ഞു. ഇവൻ എന്താ ചെയ്തേ, ഒരു കരിങ്കല്ലും കൊണ്ട് വരുന്ന എൻ്റെ തലയിൽ ഇട്ടിക്കാനായിട്ട്. കരിങ്കല്ലും കൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് ഒരിപ്പം ഞാൻ ശരിയാക്കി തരാം, കളബ് ചോക്കളി എന്ന് പറഞ്ഞ് ഒരറബിയിൽ ദേഷ്യപ്പെട്ട് ചീത്ത പറഞ്ഞിട്ട് ഓടി വരിക. ഞാൻ വിചാരിച്ചു എൻ്റെ തലയിൽ അടിച്ച് ഞാൻ ചാവും. ഞാൻ അതിൽ ഓടിച്ച് അവിടെ നിന്ന്. അയ്യോ, താളി അനഫിമോത്ത്, ഞാൻ ചാവും, വേഗം വരികയെ നിരക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിച്ചു. നേരിച്ച് അടുത്ത വീട്ടിലത്തെ അറബിച്ചോളം കോടിയേറ്റിൻ്റെ അവിടെ വന്നപ്പോൾ ഇവൻ എന്ത് ചെയ്താ, കല്ലവിടെ ഇട്ടൂടെ, അല്ലെങ്കിൽ കൊന്നു കളഞ്ഞാൻ എന്നെ. ആ കല്ലവിടെ ഇട്ട് കഴിഞ്ഞു. ഞാൻ കരഞ്ഞ് അഷറഫ്ഖാനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എംബസിയിൽ പോകണം, നാട്ടിൽ പോകണം, എനിക്കിവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അറബി വൈകുന്നേരം വന്നു. ഞാൻ അറബിയോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഞാൻ നിൻ്റെ ജോലിക്കാരിയാണോ, നിൻ്റെ ഖദ്ദാമിയാണോ, നിൻ്റെ അനിയൻ്റെ ഖദ്ദാമിയാണോ? എനിക്ക് നിൻ്റെ അനുജൻ്റെ ഡ്രസ്സുകൾ കഴുകാനും അവന് തീറ്റ കൊടുക്കാനും എനിക്ക് പറ്റില്ല, ഞാൻ ഈ കുട്ടീനെ നോക്കാനാണ്, അതുകൊണ്ട് എനിക്ക് കയറിപ്പോണം, എൻ്റെ നാട്ടിൽ വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല ഇനി മേലാക്കം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവനെ വിളിച്ച് ചീത്ത പറഞ്ഞു, ഇനി മേലാക്കം ഉണ്ടാവില്ല, നീ ചെയ്യുന്ന പണികൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞാനും അറബിച്ച് ഇടയ്ക്കൊക്കെ തറക്കി കിട്ടാം. അറബിച്ച് ചിലപ്പോൾ ചെറിയ നാരകത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടാവും, അതിന് വെള്ളം ഒഴിക്കില്ല, വെള്ളം ഒഴിക്കാം. അപ്പം ഞാൻ പറയും, വെള്ളം ഒഴിക്കാം എന്ന് പറയും. പിന്നെ അവർക്ക് കുട്ടികൾക്കൊന്നും അറബി മാത്രം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമൊക്കെ എനിക്കറിയാവുന്ന വിധത്തിലൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, ABCD അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ദിവസം അറബിച്ച് വന്നിട്ട് അരി കഴുകണ വെള്ളം ഞാൻ കളയുക. അപ്പോൾ പറയാം, അരി കഴുകണ വെള്ളം കളയാതെ കൊണ്ടുവന്ന് നാരകത്തിന് ഒഴുക്കി. അപ്പോൾ ഞാൻ മാമ അത് നാരകത്തിന് ഒഴിച്ചാൽ നാരകമാണോ, അരി കഴുകി വെള്ളം ഒഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ മടിച്ചിട്ടാണ്. അപ്പോൾ അവൾ കൊണ്ട് ഒഴിക്കാൻ പറഞ്ഞു. എന്നോട് ദേഷ്യപ്പെട്ടാണ്. ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ആ വെള്ളത്തിൽ കുറേ ഉപ്പ് അങ്ങോട്ട് കളിക്കുക, അങ്ങോട്ട് കൊണ്ടൊഴിച്ചു.
ഒരു 4 ദിവസം ഒഴിച്ചപ്പോൾ അതാ ഉണങ്ങി, പറഞ്ഞതനുസരിക്കാണ്ടല്ലേ. അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞാൻ അറബിയോട് പറഞ്ഞു, ബാബ എനിക്ക് ഇവന് 10-16 വയസ്സായില്ലേ, അപ്പം ഇനി എനിക്ക് 2 വർഷം കട്ടി അങ്ങനെ നിന്നു. അപ്പം ഞാൻ ഇവനെ അറബിയുടെ തറവാട്ടിലേക്ക് കൊണ്ടുപോകും. എങ്ങനെയാണെന്ന് അറിയുമോ? അർബാനയിൽ ഇരുത്തിയിട്ട് കൊണ്ടുപോകട്ടാ. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് വല്ലപ്പോഴും ഒന്ന് കൊണ്ടുപോകും. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം കേട്ടോ. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. വിശേഷങ്ങൾ കുറേ ഉണ്ട്. ഞാൻ ഖത്തറിൽ ജയിലിൽ പോയതും ഇവിടെ മഴവിൽ മനോരമയിൽ പോയതും എല്ലാം ഉണ്ട്. ഖത്തറിൽ ജയിലിൽ പോയത് കഥ ഭയങ്കര രസം. എന്നാലും എനിക്ക് എൻ്റെ 64 വയസ്സിപ്പോയി. പക്ഷേ ഈ 64 വയസ്സിനിടയ്ക്ക് ഏറ്റവും എനിക്ക് സന്തോഷമായിട്ട് ജീവിച്ചത് ഖത്തറിലെ ജയിലിൽ 10 ദിവസം, ഇവിടെ മഴവിൽ മനോരമയിൽ കുടുംബത്തിലും. അവിടെയാണ് സന്തോഷമായിട്ട് കഥകളൊക്കെ ഞാൻ പിന്നെ പറയട്ടെ. ഇപ്പം നമ്മൾ ഓരോ വർഷത്തിന് പറഞ്ഞ് വരികയല്ലേ. ഇപ്പം അത് 3-ാമത്തെ പ്രാവശ്യം മാറിയല്ലോ മസ്കറ്റിലേക്ക് തന്നെ. ആ കഥകളാട്ടാ ഇനി പറയാട്ടാ. എല്ലാവരും ഞാൻ പറയണത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കണേ. കമൻ്റ് ഇടണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണേ കേട്ടോ. ഓക്കെ.